ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, അഗ്നിമയനായ സ്ഥാനപതി ഗബ്രിയേൽ മാലാഖ, മൺമയനായ സ്ഥാനപതി ദൈവത്തിൻ്റെ പുരോഹിതനായ സക്കറിയാവ്, നിത്യനായ ദൈവപുത്രൻ്റെ സ്ഥാനപതി പരിശുദ്ധനായ യോഹന്നാൻ സ്നാപകൻ. 3 സ്ഥാനപതികൾ സംഗമിക്കുന്ന മഹത്തരമായൊരു സംഭവമാണ് സക്കറിയ പുരോഹിതനോടുള്ള അറിയിപ്പിൻ്റെ ഞായറാഴ്ച. അഗ്നിമയനായ സ്ഥാനപതി ഗബ്രിയേൽ മാലാഖ ദൈവസന്നിധിയിൽ നിന്ന് ദൈവത്തിൻ്റെ പുരോഹിതനായ മൺമയനായ സ്ഥാനപതി ന്യായപ്രമാണ ആചാര്യനായ സക്കറിയ പുരോഹിതൻ്റെ അരികിൽ വന്ന് നിത്യനായ ദൈവപുത്രൻ്റെ സ്ഥാനപതി പരിശുദ്ധനായ യൂഹാനോൻ മബ്ദാനായുടെ ജനനത്തെക്കുറിച്ച് അറിയിക്കുന്നു. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 5 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ് ഈ വേദഭാഗം വിവരിക്കുന്നത്. സംഭവത്തിൻ്റെ വിവരണം മനോഹരമായി പരിശുദ്ധ ലൂക്കോസ് എവൻഗേലിയോസ് നൽകുന്നു. ഒന്നാമത്, രക്ഷാകര ചരിത്രത്തിൽ സക്കറിയ പുരോഹിതനുണ്ടാകുന്ന വെളിപാടിൻ്റെ പ്രാധാന്യം എന്താണ്? ഇത് പുതിയ ചരിത്രത്തിൻ്റെ തുടക്കമാണ്. വിശുദ്ധ ലൂക്കോസ് എവൻഗേലിയോസ് സുവിശേഷകനാണ്, സുവിശേഷകനായ ചരിത്രകാരനാണ്. അദ്ദേഹം ശ്രീമാനായ തെയോഫീലോസിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സുവിശേഷ രചന നിർവഹിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ജനനം മുതൽ പുനരുത്ഥാനം വരെയുള്ള ചരിത്രം. അപ്പോസ്തല പ്രവൃത്തികളും വിശുദ്ധ ലൂക്കോസ് എവൻഗേലിയോസ് തന്നെയാണ് രചിച്ചത്. ആദിമസഭയുടെ ചരിത്രം, യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണം മുതലുള്ള ആദിമ സഭയുടെ ചരിത്രം അപ്പോസ്തല പ്രവൃത്തികളിലൂടെ വിവരിക്കുന്നു. രക്ഷാകര ചരിത്രത്തിൻ്റെ തുടക്കം, യേശുമശിഹായുടെ മനുഷ്യാവതാര സംഭവത്തിൻ്റെ മഹനീയ തുടക്കം, അത് യഥാർത്ഥത്തിൽ പരിശുദ്ധനായ ലൂക്കോസ് എവൻഗേലിയോസ് സമാരംഭിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ മഹനീയ സംഭവം ആരംഭിക്കുന്നത് സക്കറിയ പുരോഹിതന് ലഭിച്ച വെളിപ്പാടിൻ്റെ സംഭവ വിവരണത്തിലൂടെയാണ്. യഹൂദ്യയിൽ ഹേരോദാവ് രാജാവായിരിക്കുന്ന കാലം, അബിയായുടെ കൂറിൽപ്പെട്ട സക്കറിയ പുരോഹിതൻ യഹൂദ മര്യാദ അനുസരിച്ച്, പൗരോഹിത്യ ക്രമമനുസരിച്ച് ദേവാലയത്തിൽ ധൂപാർപ്പണത്തിന് കടന്നു ചെല്ലുമ്പോൾ ദൈവത്തിൻ്റെ സ്ഥാനപതി, അഗ്നിമയനായ സ്ഥാനപതി ഗബ്രിയേൽ മാലാഖ ബലിപീഠത്തിൻ്റെ വലതുവശത്ത് നിൽക്കുന്നു. മൺമയനായ പുരോഹിതൻ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ മൺമയനായ സ്ഥാനപതിയാണ്. ആ പുരോഹിതനോട് നിത്യനായ ദൈവപുത്രൻ്റെ സ്ഥാനപതിയായ യോഹന്നാൻ സ്നാപകനെ കുറിച്ച് അറിയിപ്പ് നൽകുന്നു. പുരോഹിതനായ മൺമയനായ സ്ഥാനപതി പുരോഹിതനായ സക്കറിയാവ് യഥാർത്ഥത്തിൽ ഈ അറിയിപ്പിൽ സംശയം ഉളവാകുന്നു. ആ സംശയം അദ്ദേഹം വെളിപ്പെടുത്തുന്നു. പരിണിത ഫലമായി അദ്ദേഹം മൗനിയായി ഭവിക്കുന്നു. ഈ വെളിപ്പാടിൻ്റെ പ്രധാനപ്പെട്ട സക്കറിയ പുരോഹിതന് ലഭിക്കുന്ന അറിയിപ്പിൻ്റെ പ്രാധാന്യം, ഒന്നാമത്തേത് ചരിത്രത്തിൻ്റെ, പുതിയ സമയത്തിൻ്റെ, പുതിയ ചരിത്രത്തിൻ്റെ, പുതിയ ദർശനത്തിലൂടെയുള്ള തുടക്കം. രണ്ടാമത്, നീതിമാന്മാർക്ക് ദർശനം ലഭിക്കും. മനുഷ്യരെ സ്നേഹിക്കുന്നവനും സഹായിക്കുന്നവനുമാണ് സർവശക്തനായ ദൈവം. നീതിമാന്മാർ ദൈവമുഖം കണ്ട് സംതൃപ്തി അടയുമെന്ന വലിയ ദൈവീക പദ്ധതിയും ദൈവീക കൃപയും വിളിച്ചറിയിക്കുന്നതാണ് ഈ സംഭവം. അതുപോലെ തന്നെ പിതാക്കന്മാർ ഓർമ്മിപ്പിക്കുന്നു, മനുഷ്യാവതാര മഹാസംഭവത്തിൻ്റെ തുടക്കമായി കന്യക ജനനത്തിൻ്റെ, പുരുഷബന്ധം കൂടാതെ കന്യകയിൽ ദൈവപുത്രൻ ഉരുവായതിൻ്റെ സത്യം ചരിത്രത്തിന് വെളിപ്പെടുത്തുവാനാണ് ന്യായപ്രമാണ പുരോഹിതനെ വന്ധ്യത്വത്തിലും വാർദ്ധക്യത്തിലും കഴിയുന്ന മനുഷ്യന് വീണ്ടും
ഫലപ്രാപ്തിയെക്കുറിച്ചുള്ള വെളിപ്പാട് സർവശക്തനായ ദൈവം നൽകുന്നത്. നമ്മുടെ വേദവായന കുറിപ്പ് അത് പരിശോധിക്കുമ്പോൾ സമഗ്രമായ ഈ ആശയത്തിൻ്റെ സമഗ്രമായൊരു വീക്ഷണം നമുക്ക് ലഭിക്കും. 1951 തകിടിയേൽ യാക്കോബ് കശീശ വിവർത്തനം ചെയ്ത് പ്രസിദ്ധീകരിച്ച വേദവായനക്കുറിപ്പിൽ പഴയ ക്രമത്തിൽ സന്ധ്യയുടെ വായനയും പ്രഭാതത്തിൻ്റെ വായനയും യഥാർത്ഥത്തിൽ സക്കറിയ പുരോഹിതന് ലഭിച്ച വെളിപ്പാടിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. സന്ധ്യയുടെ വായനയിൽ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം, പ്രത്യേകിച്ച് 1-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ കൊടുക്കുന്നു. പ്രഭാതത്തിൻ്റെ വായനയിൽ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ കൊടുക്കുന്നു. എന്നാൽ വിശുദ്ധ കുർബാനയിൽ ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 45 മുതൽ 51 വരെയുള്ള വാക്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 17 വരെ ഹേരോദാവിൻ്റെ കാലഘട്ടത്തിൽ അബിയാഗണത്തിൽപ്പെട്ട ആചാര്യനായ സക്കറിയാവിന് ലഭിക്കുന്ന വെളിപാടിൻ്റെ ആദ്യ ഭാഗം. 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ സക്കറിയാവും മാലാഖയും തമ്മിലുള്ള സംവാദമാണ്. ഞാൻ എങ്ങനെ ഇതറിയും? അപ്പോൾ മാലാഖ പറയുന്നു, ഞാൻ ഗബ്രിയേലാകുന്നു, നീ സംസാരിപ്പാൻ കഴിവില്ലാതെ മൗനിയായിത്തീരും എന്ന് ശിക്ഷിക്കുകയും ചെയ്യുന്നു. ഈ കാര്യങ്ങൾ സംഭവിക്കുന്നതുവരെ നീ മൗനിയായിരിക്കും. അതാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ വിവരിക്കുന്നത്. എന്നാൽ ഈ 2 വേദഭാഗങ്ങൾ സന്ധ്യയ്ക്കും പ്രഭാതത്തിലും ക്രമീകരിച്ചിട്ട് വിശുദ്ധ കുർബാനയിൽ സക്കറിയാവിന് പ്രാധാന്യം നൽകുന്ന രീതിയിൽ ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 45 മുതൽ 51 വരെയുള്ള വാക്യങ്ങളിൽ പരീശന്മാരോട് യേശുക്രിസ്തു നടത്തുന്ന സംവാദവും ആ സംവാദത്തിനിടയ്ക്ക് കർത്താവ് പറയുന്നു, നിങ്ങൾ ദീർഘദർശിമാരുടെ ശവക്കല്ലറകൾ പണിയുന്നവരാണ്. ഹാബേലിൻ്റെ രക്തം മുതൽ ദേവാലയത്തിനും ബലിപീഠത്തിനും മധ്യേ വെച്ച് കൊല്ലപ്പെട്ടവനായ സക്കറിയയുടെ രക്തം വരെ ഈ തലമുറയോട് ചോദിക്കും എന്ന് വിവരിക്കുന്നു. സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ സക്കറിയാവിനുണ്ടായ അറിയിപ്പിൻ്റെ ഞായറാഴ്ച നീതിമാന്മാർക്ക് ദൈവദർശനം ലഭിക്കുമെന്ന വളരെ പ്രസക്തമായ ആത്മീക ആശയം ഈ വേദപുസ്തക വായനാ ക്രമീകരണങ്ങളിലൂടെ സഭ പഠിപ്പിക്കുന്നുവെന്ന് നാം മനസ്സിലാക്കണം. പ്രത്യേകിച്ച് സന്ധ്യയുടെ ഏവൻഗേലിയോന് മുൻപുള്ള ഹാലേലുയായിൽ ഹൊയ്ദേൻ മാലേൽ ബഹസുവോനോ അം സാദീക്കാവോ, തൻ പരിശുദ്ധന്മാരോട് വെളിപാടിലൂടെ ദൈവം ഉര ചെയ്യും. വേമാർദ സോമേസ് ഉദറോനേല ഗബറോ, വെളിപാടുകളാൽ തൻ്റെ പരിശുദ്ധന്മാരോട് അവൻ അരുളി ചെയ്യും. മനുഷ്യന് സഹായങ്ങൾ നൽകുന്നവനാകുന്നു ദൈവമെന്ന് മനുഷ്യർ പറയും. അതാണ് ഏവൻഗേലിയോന് മുൻപുള്ള പ്രത്യേകിച്ച് ഹാലേലുയ പാട്ടിൽ പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്ന ആശയം. അതുപോലെ തന്നെ പ്രഭാതത്തിൽ പറയുന്നത്, പുണ്യത്താൽ തിരുമുഖം ഉടയോനെ ദർശിച്ചേൻ, എൻ്റെ ഉടയോനെ ഞാൻ ദർശിച്ചു, പുണ്യത്താൽ നിന്റെ മുഖം. ഏനോദേൻ ബ് സാദിഖൂസോ എഹസെ ആഫായിക്, അതാണ് പിതാക്കന്മാർ കൊടുത്തിരിക്കുന്ന ആശയം. നിൻ വിശ്വാസം അത് ഉണരുമ്പോൾ ഞാൻ സന്തുഷ്ടൻ. എന്നാൽ പരിഷ്കരിച്ച പതിപ്പിൽ 1987 പരിഷ്കരിച്ച വേദവായന കുറിപ്പിൽ സന്ധ്യയുടെ വായന വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 3 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ഭാര്യ ഭർത്തൃബന്ധവും ഭാര്യയെ ഉപേക്ഷിക്കുന്നതിൻ്റെ മോശയിക നിയമത്തിൽ കർത്താവ് നൽകുന്ന പുനർവായനയുമാണ് കൊടുത്തിരിക്കുന്നത്. പ്രഭാതത്തിൽ ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 38 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ മാർത്തയും മറിയയും യേശുക്രിസ്തുവിനെ ശുശ്രൂഷിക്കുന്നതും മറിയ നല്ല അംശം തിരഞ്ഞെടുത്തതിനെക്കുറിച്ചും പ്രതിപാദിക്കുന്നു. വിശുദ്ധ കുർബാനയ്ക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 5 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ പ്രത്യേകിച്ച് സക്കറിയാവിനോടുള്ള അറിയിപ്പിൻ്റെ സന്ദർഭം വിവരിക്കുന്നു. കാരണം പരിഷ്കരിച്ച പതിപ്പിൽ ഈ ദിവസത്തെ പേരൻ്റ് ഡേ ആയിട്ട്, പ്രത്യേകിച്ച് മാതാപിതാക്കളുടെ ദിവസമായി ക്രമീകരിക്കണമെന്നൊരു ചിന്ത വന്നതുകൊണ്ടായിരിക്കാം വേദവായനക്കുറിപ്പിൻ്റെ സമഗ്ര ആശയത്തിൽ നിന്നൊരു മാറ്റം വന്നത്. ഞാൻ ഓർമ്മിപ്പിച്ചത് ഇത്ര മാത്രം:
പഴയ വേദവായന കുറിപ്പും നമ്മുടെ ആരാധനാ ക്രമീകരണങ്ങളിലും പരിശോധിച്ചാൽ ഇത് പുതിയ ചരിത്രത്തിൻ്റെ തുടക്കമാണ്. പുതിയ ചരിത്രത്തിൽ നീതിമാന് ലഭിച്ച ദർശനമാണ്. യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തെക്കുറിച്ചും കന്യകാ ജനനത്തെക്കുറിച്ചും ന്യായപ്രമാണ പുരോഹിതന് മനസ്സിലാക്കി കൊടുത്ത വളരെ പ്രധാനപ്പെട്ട സംഭവമാണ്. നമ്മൾ ഓർക്കണം, സക്കറിയ പുരോഹിതന് ദൈവം നൽകുന്ന വെളിപാടിനെ ആരാധനാ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. സ്വർഗം വലിയ പ്രാധാന്യം ഇതിന് നൽകുന്നു. യോഹന്നാൻ്റെ ജനനത്തിന് സ്വർഗം നൽകിയ പ്രാധാന്യം വളരെ വലുതാണ്. വിശുദ്ധനായ ആചാര്യനെ ആലയത്തിൽ വെച്ച് മാലാഖയെ ദൈവം കാണിച്ചു കൊടുത്തു. കാരണം വേദപുസ്തകം പഠിപ്പിക്കുന്നത്, സഭയുടെ വേദശാസ്ത്രം ഓർമ്മിപ്പിക്കുന്നത് നീതി സൂര്യന് മുൻപെയുള്ള ഉദയ നക്ഷത്രമാണ് യഥാർത്ഥത്തിൽ യോഹന്നാൻ സ്നാപകൻ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പിതാവായ സക്കറിയാവിന് നൽകുന്ന വെളിപ്പാട് വളരെ പ്രധാനപ്പെട്ടതുമാണ്. പഴയ ഏവൻഗേലിയോനിൽ ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 45 മുതൽ 51 വരെയുള്ള ഭാഗങ്ങളിൽ കൊല്ലപ്പെട്ട സക്കറിയാവിൻ്റെ പ്രതിപാദനം നടത്തുന്നതിനും പഴയ പാരമ്പര്യമനുസരിച്ചൊരു പ്രാധാന്യമുണ്ട്. കാരണം വേദപുസ്തകത്തിൽ 3 സ്കറിയയെക്കുറിച്ച് പ്രതിപാദനമുണ്ട്. ഒന്ന് BC 9-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സക്കറിയ, യഹോയിയാദയുടെ പുത്രൻ. ശലോമോന്റെ ദേവാലയത്തിൽ മഹാപുരോഹിതനായി അദ്ദേഹം ശുശ്രൂഷ ചെയ്തിരുന്നു. ഇദ്ദേഹത്തെ യോവാശിൻ്റെ കാലഘട്ടത്തിൽ 2 ദിനവൃത്താന്തം 24-ാം അധ്യായം 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു, ദേവാലയ പൂമുഖത്ത് വച്ച് കല്ലെറിഞ്ഞു കൊന്നു. ഇദ്ദേഹമാണ് ബലിപീഠത്തിനും പ്രാകാരത്തിനുമിടയിൽ കൊല്ലപ്പെട്ട പുരോഹിതൻ. BC 6-ാം നൂറ്റാണ്ടിൽ ചെറിയ പ്രവാചകന്മാരിൽ ഒരുവനായ സക്കറിയയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. സെരുബാബേലിൻ്റെ സമയത്ത് ദേവാലയ പുനർനിർമ്മാണത്തിൽ വലിയ പ്രാധാന്യത്തോടെ പ്രവർത്തിച്ച വ്യക്തിയാണ് ചെറിയ പ്രവാചകന്മാരിൽ ഒരാളായ ബർഖിയായുടെ പുത്രനായ സക്കറിയ. ഇദ്ദേഹമാണ് പ്രത്യേകിച്ച് സക്കറിയ പ്രവചനം 9-ാം അധ്യായം 9-ാം വാക്യം, സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്കാം, യെരൂശലേം പുത്രിയെ ആർപ്പിടുക, ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു, അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്തും പെൺകഴുതയുടെ കുട്ടിയായി ചെറുകഴുതപ്പുറത്തും കയറി വരുന്നു. സക്കറിയ പ്രവചനം 9-ാം അധ്യായം 9-ാം വാക്യം. മശിഹാ പ്രവചനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവചനമാണിത്. അതുകൊണ്ടാണ് ചെറിയ പ്രവാചകന്മാരിൽ പുതിയ നിയമം ഏറ്റവും അധികം ഉദ്ധരിക്കുന്നതും ഈ സക്കറിയ പ്രവചനത്തിൽ നിന്നാണ്. എന്നാൽ 3-ാമത്തെ സക്കറിയാവാണ് യഥാർത്ഥത്തിൽ യോഹന്നാൻ സ്നാപകന്റെ പിതാവായ സക്കറിയ പുരോഹിതൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 35-ാം വാക്യത്തിൽ സക്കറിയാവിൻ്റെ കൊല്ലപ്പെടുന്ന സാഹചര്യം പറയുമ്പോൾ മന്ദിരത്തിനും യാഗപീഠത്തിനും നടുവിൽ വെച്ച് കൊന്നവനായി ബെരഖ്യാവിൻ്റെ പുത്രനായ സക്കറിയാവിൻ്റെ രക്തം വരെയെന്ന് പറയുന്നുണ്ട്. സത്യത്തിൽ ബെരഖ്യാവിൻ്റെ പുത്രൻ സക്കറിയ പ്രവാചകനാണ്. കൊല്ലപ്പെട്ടവനായ സക്കറിയാവ് യഥാർത്ഥത്തിൽ യഹോയാദിയുടെ പുത്രൻ, BC 9-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആളാണ്. എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആദിമ സഭാ ചരിത്രം ഉണ്ട്. പ്രോട്ടോ ഏവൻഗേലിയം ഓഫ് ജെയിംസ് അല്ലെങ്കിൽ വിശുദ്ധ യാക്കോബിൻ്റെ സുവിശേഷം എന്ന് പറയുന്ന സുവിശേഷത്തിന് മുൻപുള്ള പുരാതനമായ ഒരു എഴുത്തിൽ പരിശുദ്ധ കന്യകമറിയാവിൻ്റെയും യോഹന്നാൻ മബ്ദാനായുടെയും യേശു ക്രിസ്തുവിൻ്റെയും ജനനത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ചില വിശദീകരണങ്ങൾ നൽകുന്നുണ്ട്. കത്തോലിക്ക സഭ കന്യകയുടെ അമലോത്ഭവത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ ഈ ഒരു ഗ്രന്ഥം ആധികാരികമായി അവർ ഉപയോഗിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഓർത്തഡോക്സ് സഭ പാരമ്പര്യം ഈ യാക്കോബിൻ്റെ സുവിശേഷം ഗോസ്പൽ ഓഫ് സെൻറ്റ് ജെയിംസ് കാനോനിക പുസ്തകമായി അംഗീകരിക്കുന്നില്ല. എന്നാൽ ആ പുസ്തകത്തിൽ സക്കറിയ പുരോഹിതൻ്റെ, യോഹന്നാൻ മബ്ദാനായുടെ പിതാവായ സക്കറിയ പുരോഹിതൻ്റെ മരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. പ്രോട്ടോ ഏവൻഗേലിയം സെൻറ്റ് ജെയിംസ് അനുസരിച്ച് ഹേരോദ രാജാവ് 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ കൊല്ലുവാൻ ശ്രമിക്കുമ്പോൾ സക്കറിയ പുരോഹിതൻ്റെ അരികെ വന്ന് യോഹന്നാൻ സ്നാപകനെ അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ പുരോഹിതൻ യോഹന്നാൻ സ്നാപകനെ വിട്ടുകൊടുക്കുന്നില്ല, മറിച്ച് അതിന് പകരമായി രക്തസാക്ഷിയാകുന്നു. അങ്ങനെ അദ്ദേഹം ബലിപീഠത്തിൽ വെച്ച് രക്തസാക്ഷിയായി ഭവിച്ചു എന്ന്
യാക്കോബിൻ്റെ സുവിശേഷം പ്രതിപാദിക്കുന്നുണ്ട്. യാക്കോബിൻ്റെ സുവിശേഷം എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കപ്പെടരുത്, വേദപുസ്തകത്തിൽ ഉൾപ്പെടുന്ന പുസ്തകം അല്ല, ആ കാനോനിക പുസ്തകമാണ്. എന്നാൽ അതൊരു രേഖയായി നിലനിൽക്കുന്നു. ഞാൻ ഇതെല്ലാം ഓർമ്മിപ്പിച്ചതിൻ്റെ അർത്ഥം, യഥാർത്ഥത്തിൽ ഈ വെളിപ്പാടിനെ, സക്കറിയ പുരോഹിതന് ലഭിച്ച വെളിപാടിനെ മനുഷ്യാവതാര മഹാസംഭവത്തിലും പുതിയ ചരിത്രത്തിലെ പുതിയ ദർശനമെന്ന നിലയിലും, അതുപോലെ തന്നെ നീതിമാന്മാരോട് മലാഖി പ്രവചനം മുതൽ 400 വർഷക്കാലം അടഞ്ഞുകിടന്ന ദർശന ചരിത്രം, ആ ദർശന ചരിത്രം പുനരായി ആരംഭിക്കുന്ന മനോഹര സംഭവമായി പിതാക്കന്മാർ വിശദീകരിക്കുന്നു. അതുകൊണ്ട് ഈ സംഭവത്തിൻ്റെ പ്രാധാന്യം വളരെ അർത്ഥവത്താണ് എന്നത് മനസ്സിലാക്കുവാൻ ഞാൻ ഇത്രയും വിശദീകരിച്ചു എന്ന് മാത്രം. അനവധി ആത്മീയ പാഠങ്ങൾ സക്കറിയ പുരോഹിതന് ലഭിച്ച അറിയിപ്പിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ പ്രധാനമായും 3 കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 1, സക്കറിയ പുരോഹിതൻ്റെ വാർദ്ധക്യം. 2, ഏലിശുബയുടെ വന്ധ്യത്വം. 3, സക്കറിയ പുരോഹിതൻ്റെ സംശയവും മൗനവും. വളരെ പ്രധാനപ്പെട്ട ഈ അറിയിപ്പിൻ്റെ പ്രാധാന്യം വിവരിക്കുന്ന പ്രതീകാത്മകമായ 3 വാക്കുകളാണ് വാർദ്ധക്യം, വന്ധ്യത്വം, മൗനം. വാർദ്ധക്യവും വന്ധ്യത്വവും മൗനവും. യഥാർത്ഥത്തിൽ സക്കറിയ പുരോഹിതന് ഗബ്രിയേൽ മാലാഖയുടെ അറിയിപ്പ് ലഭിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന വളരെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ സംശയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഞാൻ വൃദ്ധനാണ്. വൃദ്ധനായതുകൊണ്ട് ഇനിയും ഫലപ്രാപ്തിക്ക് സാധ്യതയില്ല. സഹോദരങ്ങളെ, ഇത് കേവലം സക്കറിയ പുരോഹിതൻ്റെ വാർദ്ധക്യം മാത്രമാണോ? യഹൂദ ന്യായപ്രമാണത്തിൻ്റെയും അനുഷ്ഠാനത്തിൻ്റെയും വാർദ്ധക്യം, ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കാത്ത രീതിയിൽ വാർദ്ധക്യം ഭവിച്ചിരിക്കുന്ന യഹൂദി ആധ്യാത്മികത, അതിൻ്റെ പ്രതീകമാണ് ഞാൻ ആരംഭത്തിൽ ഓർമ്മിപ്പിച്ചതുപോലെ ന്യായപ്രമാണ പുരോഹിതനായ സക്കറിയാവ്, മൺമയനായ സ്ഥാനപതി, ഫലപ്രാപ്തിക്ക് സാധ്യതയില്ലാത്ത വാർദ്ധക്യത്തിൻ്റെ പ്രതീകം. അതുകൊണ്ടാണ് ബലഹീന മനുഷ്യനെന്ന നിലയിൽ അദ്ദേഹം ദൂതൻ്റെ വാക്കുകളെ സംശയിക്കുന്നു. ഇതെങ്ങനെ സംഭവിക്കും എന്ന് അദ്ദേഹം പ്രതികരിക്കുന്നു. ഇത് യഹൂദ മതജീവിതത്തിൽ ആത്മീയ അന്വേഷണം നടത്തുന്ന ഏവരുടെയും സംശയം തന്നെയാണ്. അതിൻ്റെ പ്രധാന കാരണം അനുഷ്ഠാന ആചരണങ്ങളുടെ വാർദ്ധക്യം. അതിനെ നമുക്ക് പൗരോഹിത്യ കർമ്മത്തിൻ്റെ വാർദ്ധക്യമായിട്ട് തന്നെ ചിത്രീകരിക്കാം. എന്താണ് കാരണം? അർത്ഥം മനസ്സിലാക്കാതെ അനുഷ്ഠാനങ്ങൾ ആവർത്തിക്കുന്നു. അർത്ഥം മനസ്സിലാക്കാത്തിടത്തോളം കാലം ഫലപ്രാപ്തി ലഭിക്കുന്നില്ല, വാർദ്ധക്യം സംഭവിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ അനുഷ്ഠാനകനായ പുരോഹിതന് പോലും ഫലത്തിൽ പ്രതീക്ഷയില്ല. അതുകൊണ്ട് ഇതൊരു ചടങ്ങുകളുടെ നിർവഹണമായി അധപ്പതിക്കുന്നു. അതുപോലെ തന്നെ കർമ്മങ്ങളിൽ വിശ്വാസമുണ്ടോ? വിശ്വാസമില്ലാത്ത പുരോഹിതൻ, വിശ്വാസമില്ലാത്ത പൗരോഹിത്യ ക്രമം, അതാണ് ഈ വാർദ്ധക്യത്തിൻ്റെ പ്രതീകങ്ങൾ. യഥാർത്ഥത്തിൽ ഇന്ന് വർത്തമാന കാലഘട്ടത്തിൽ ആത്മീയ അപജയത്തിൻ്റെ പ്രധാന കാരണം പൗരോഹിത്യത്തിൻ്റെ അനുഷ്ഠാനങ്ങളുടെ ഈ വാർദ്ധക്യം തന്നെയാണ്. സഹോദരങ്ങളെ, അർത്ഥം മനസ്സിലാകുന്നില്ല, കേവലം പൂജാരികളായി അധപ്പതിക്കുന്നു. അതിൻ്റെ പരിണിതഫലമായി ചില കർമ്മങ്ങൾ ആവർത്തിക്കപ്പെടുന്നു. തനിക്ക് നിശ്ചയിക്കപ്പെട്ട സമയത്ത് അബിയാ കൂറിൽപ്പെട്ടവൻ ദാവീദിൻ്റെ കാലഘട്ടത്തിൽ തന്നെ 24 ഗണമായി തിരിക്കുന്നുണ്ട്. കാരണം പുരോഹിതന്മാരുടെ ആധിക്യം വളരെ കൂടുതലായിരുന്നു. തനിക്ക് കുറി വീണ സമയത്ത് മനോഹരമായ ധൂപകലശവുമായി ബലിപീഠത്തിൻ്റെ മുൻപിൽ നിൽക്കുന്നു. അർത്ഥം മനസ്സിലാക്കാത്ത ആവർത്തനം ഇന്നും സംഭവിച്ചിരിക്കുന്ന പൗരോഹിത്യ ക്രമത്തിലെ കർമാനുഷ്ഠാനത്തിൻ്റെ അർത്ഥശോഷണം യഥാർത്ഥത്തിൽ ദർശനത്തിൻ്റെ വാർദ്ധക്യത്തിന്, ഫലപ്രാപ്തിയുടെ വാർദ്ധക്യത്തിന് കാരണമായി തീരുന്നു. അതുപോലെ തന്നെ ഫലത്തെക്കുറിച്ച് പ്രതീക്ഷയില്ലാതെ പ്രാർത്ഥിക്കുന്നു. പൗരോഹിത്യത്തിന് വിശ്വാസം നഷ്ടപ്പെടുന്നു. സഹോദരങ്ങളെ,
ഞാൻ അധികം വിവരിക്കുന്നില്ല. അവിടെയാണ് ഈ വാർദ്ധക്യം ഒരു ശക്തമായ പ്രതീകമായി നിലനിൽക്കുന്നത്. ഞാനും നിങ്ങളും മനസ്സിലാക്കണം, പുണ്യവാന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമെന്നും നീതിമാന് ദർശനം ലഭിക്കുമെന്നും വേദപുസ്തകം പഠിപ്പിക്കുന്നുവെങ്കിലും അതിൻ്റെ അർത്ഥതലം ശരിയായി ഉൾക്കൊള്ളുവാൻ സക്കറിയ പുരോഹിതന് സാധിക്കുന്നില്ല. അവിടെയാണ് സക്കറിയ പുരോഹിതൻ യഥാർത്ഥത്തിൽ ദൈവസന്നിധിയിൽ ന്യായപ്രമാണ പൗരോഹിത്യത്തിൻ്റെ വാർദ്ധക്യത്തിൻ്റെ പ്രതീകമായി നിലകൊള്ളുകയാണ്. ഇന്നും നമുക്ക് ദൈവസന്നിധിയിൽ ശരിയായ ഫലപ്രാപ്തി ലഭിക്കണമെങ്കിൽ, ആ ഫലപ്രാപ്തിയിലേക്ക് യഥാർത്ഥത്തിലുള്ള ആധ്യാത്മികത വളരണമെങ്കിൽ ഈ വാർദ്ധക്യത്തിൽ നിന്ന് ആത്മീക യൗവനത്തിലേക്ക് നമുക്ക് മാറണം. അതാണ് പുതിയ കാലഘട്ടം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതാണ് പുതിയ കാലഘട്ടത്തിൽ ദർശനത്തിൻ്റെ അനുഭവം. ദൈവം മനുഷ്യരെ സ്നേഹിക്കുന്നു. മനുഷ്യാവതാരം മൂലം മനുഷ്യർക്ക് ലഭിക്കാനിരിക്കുന്ന യഥാർത്ഥ മനുഷ്യ സ്വഭാവം ഞങ്ങൾ ഈ സംഭവത്തിലൂടെ അറിഞ്ഞു എന്നാണ് നമ്മുടെ പ്രാർത്ഥനയിൽ പറയുന്നത്. പ്രഭാത പ്രമേയോനിൽ പറയുന്നു, വന്ധ്യയ്ക്ക് സന്തോഷം, പഴകിയവർക്ക് പുതുക്കം, വൃദ്ധന്മാർക്ക് യുവത്വം, നിഷ്ഫലന്മാർക്ക് ഫലം, ദുഃഖിതന്മാർക്ക് സന്തോഷം, ക്ഷീണിതന്മാർക്ക് ഉല്ലാസം, വീണവർക്ക് എഴുന്നേൽപ്പ്. സഹോദരങ്ങളെ, നമ്മുടെ പിതാക്കന്മാർ എത്രമാത്രം അർത്ഥവത്തായി ഈ സംഭവത്തെ വാർദ്ധക്യത്തിൻ്റെ നിരാശയിൽ നിന്ന് പുതുമയുടെ ഉണർവിലേക്കുള്ള, യൗവനത്തിൻ്റെ ഉണർവിലേക്കുള്ള മനോഹര പന്താവായി ഇതിനെ വ്യാഖ്യാനിച്ചു. അതുകൊണ്ടാണ് ഈ അറിയിപ്പ് എന്നതിൻ്റെ അറിയിപ്പാണ്. ഈ അറിയിപ്പ് വന്ധ്യയ്ക്ക് സന്തോഷം ലഭിച്ച അറിയിപ്പാണ്. ഈ അറിയിപ്പ് പഴകിയവർക്ക് പുതുക്കം ലഭിക്കുന്നു. ഈ അറിയിപ്പ് വൃദ്ധന്മാർക്ക് യുവത്വം നൽകി. നിഷ്ഫലമായതിനെ ഫലം ലഭിച്ചു. ദുഃഖിതന്മാർക്ക് സന്തോഷം, ക്ഷീണിതർക്ക് ഉല്ലാസം, വീണവർക്ക് എഴുന്നേൽപ്പ്. സഹോദരങ്ങളെ, ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്ന രണ്ടാമത്തെ ചിന്തയിലേക്ക് വരാം. ഞാൻ ആദ്യം മുഖവരയിൽ ഓർമ്മിപ്പിച്ചത് പുതിയ കാലഘട്ടം, പുതിയ ദർശനം, ചരിത്രത്തിൻ്റെ തുടക്കം, നീതിമാന്മാർക്ക് ദർശനം ലഭിക്കുമെന്ന ആരാധനയുടെ സമഗ്രമായ പഠിപ്പിക്കൽ. അതോടൊപ്പം ഇതിലെ 3 ചിന്തകളിൻ്റെ ഒന്നാമത്തേത് ഞാൻ പറഞ്ഞു, സക്കറിയാവിൻ്റെ വാർദ്ധക്യം. സക്കറിയാവിൻ്റെ വാർദ്ധക്യം ദർശനങ്ങളുടെ വാർദ്ധക്യമാണ്. ന്യായപ്രമാണ പുരോഹിതനും കർമാനുഷ്ഠാനങ്ങൾക്കും സംഭവിച്ച വാർദ്ധക്യമാണ്. ആ വാർദ്ധക്യത്തിൽ നിന്ന് യുവത്വത്തിലേക്ക്, ഫലപ്രാപ്തിയിലേക്ക് കൃപ നൽകിയ ദർശനമാണിത്. രണ്ടാമത് ഏലിശുബായുടെ വന്ധ്യത്വം. ഏലിശുബായുടെ വന്ധ്യത്വം എന്ന് പറയുമ്പോൾ ഞാൻ ഒരു വാക്ക് നമ്മുടെ പ്രമേയോൻ സദ്രായിലെ ഒരു വാക്ക് ഉദ്ധരിക്കട്ടെ. വന്ധ്യകൾക്ക് യുക്തമായി ഉപദേശം കൊടുക്കുന്ന മൺമയനായ സ്ഥാനപതി സക്കറിയ പുരോഹിതൻ അഗ്നിമയനായ സ്ഥാനപതിയോട് തുറന്ന വായ്കൊണ്ട് സ്ഥാനപതിക്ക് യുക്തമല്ലാത്ത മറുപടി നൽകി. അവൻ്റെ വായ അടയ്ക്കപ്പെട്ടു. അവൻ്റെ വായ അടയ്ക്കപ്പെട്ടപ്പോൾ അസംഭ്യ സംഭവമെന്ന് പുരോഹിതൻ ചിന്തിച്ച വന്ധ്യയുടെ ഉദരം തുറക്കപ്പെട്ടു. വന്ധ്യയുടെ ഉദരം തുറക്കപ്പെട്ടു. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, യഥാർത്ഥത്തിൽ അഹറോന്റെ പുത്രി മച്ചിയായിരിക്കുന്നു. അഹറോന്റെ പുത്രി സുഹൃത ഫലരഹിതമായിരിക്കുന്നു. അപ്പം ഏലിശുബായുടെ വന്ധ്യത്വം ഏലിശുബായുടെ വ്യക്തിപരമായ വിഷയമാണ്. ഏലിശുബായുടെ വ്യക്തിപരമായ വിഷയമായിട്ട് ഏലിശുബായുടെ വന്ധ്യത്വത്തെ പ്രഥമ ദൃഷ്ട്യ നമുക്ക് തോന്നിയേക്കാം. എന്നാൽ സഹോദരങ്ങളെ, വേദപുസ്തകവും നമ്മുടെ ആരാധനാ പാരമ്പര്യവും ഈ സംഭവത്തിലൂടെ വിശദീകരിക്കുന്നത് അപ്രകാരമല്ല. പാമ്പാക്കട നമസ്കാരത്തിൽ, സന്ധ്യാ നമസ്കാരത്തിലും പ്രഭാത നമസ്കാരത്തിലെയും പ്രത്യേക പ്രാർത്ഥന
അതിൽ ഞായറാഴ്ച പ്രഭാതത്തിൽ പറയുന്നത്, വൃദ്ധയും വന്ധ്യയുമായവൾക്ക് പുത്രനെ കൊടുത്തതിനാൽ കന്യാവ്രതത്തിന് ഭംഗം കൂടാതെ കന്യകയ്ക്ക് പ്രസവിപ്പാൻ കഴിയുമെന്ന് കാണിച്ചു. 3-ാം മണി സെദറായിൽ പറയുന്നത്, പ്രത്യക്ഷത്തിൽ കാണാമായിരുന്ന സക്കറിയായുടെ മൗനം കൊണ്ട് പരിശോധനീയമല്ലാത്ത കന്യയുടെ ഗർഭധാരണത്തെയും നീ അറിയിച്ചു. സക്കറിയ പുരോഹിതനെ വായും നാവും ഉണ്ട്, എന്നിട്ടും ശബ്ദമില്ല. സക്കറിയാവിനെ നോക്കുന്നവർക്ക് സക്കറിയാവിൻ്റെ വായ് കാണാം, നാക്ക് കാണാം, പക്ഷേ ശബ്ദമില്ല. പരിശോധിച്ചറിയുവാൻ സാധിക്കുന്നില്ല യഥാർത്ഥത്തിൽ സക്കറിയാവിൻ്റെ മൗനം. ഏലിശുബയുടെ വന്ധ്യത്വവും ഇപ്രകാരം തന്നെയാണ്. ഏലിശുബ വന്ധ്യയാണ്. ഏലിശുബയുടെ വന്ധ്യത്വം ന്യായപ്രമാണത്തിൻ്റെ സുകൃത ഫലരാഹിത്യത്തെ സൂചിപ്പിക്കുകയാണ്. ന്യായപ്രമാണത്തിന് വർഷവർഷാന്തരങ്ങളായി, നൂറ്റാണ്ടുകളായി യഥാർത്ഥത്തിൽ ഫലം നൽകുവാൻ സാധിക്കാതെ സുകൃത ഫല രാഹിത്യമാകുന്ന വന്ധ്യത്വം സംഭവിച്ചിരിക്കുകയാണ്. രാത്രി പ്രാർത്ഥനയുടെ 1-ാം കൗമയിൽ പറയുന്നത് സുകൃത ഫലരാഹിത്യമാകുന്ന വന്ധ്യത്വം. ഇതിനു പകരം ഞങ്ങളിൽ പുണ്യഫലങ്ങൾ സദാ സുരക്ഷിതമാകണമെന്ന് ഈ അറിയിപ്പ് മൂലം നീ തെളിയിച്ചു. വയസ്സ് കടന്ന വന്ധ്യയ്ക്ക് യോഹന്നാൻ ജനിക്കുമെന്ന് വചനിക്കേണ്ടതിലേക്ക് ന്യായപ്രമാണ പുരോഹിതനായ വൃദ്ധൻ സക്കറിയായുടെ പക്കൽ സദ്വർത്തമാന ദൂതനും നിന്റെ ഇഷ്ടനുമായ ഗബ്രിയേലിനെ നീ പറഞ്ഞയച്ചു. അപ്പോൾ യഥാർത്ഥത്തിൽ ഏലിശുബയുടെ വന്ധ്യത്വം അത് ഫലപ്രാപ്തിയിലേക്ക് വന്നതിലൂടെ ന്യായപ്രമാണത്തിൻ്റെ അനുഷ്ഠാന ആചരണ കർമ്മങ്ങളുടെ വന്ധ്യത്വം മാറ്റി പുതിയ കാലഘട്ടത്തിൻ്റെ മനുഷ്യാവതാര മഹനീയ കാലഘട്ടത്തിൻ്റെ മനോഹര തുടക്കം ഇതിലൂടെ സംഭവിക്കുകയായിരുന്നു. ഈ വേദഭാഗത്തിൻ്റെ അവസാനത്തെ ചിന്ത സക്കറിയ പുരോഹിതൻ്റെ സംശയവും അതുപോലെ തന്നെ സക്കറിയ പുരോഹിതൻ്റെ മൗനവും. സക്കറിയാവിൻ്റെ സംശയത്തെ നീതീകരിക്കുന്ന പലരുമുണ്ട്. പ്രത്യേകിച്ച് പ്രോട്ടസ്റ്റൻ്റ് ഇൻ്റർപ്രട്ടേഷനിലും നമ്മളെ ആധുനിക മാധ്യമങ്ങളിലൊക്കെ തിരഞ്ഞാൽ ഈ സംഭവത്തിന് നൽകിയിരിക്കുന്ന വ്യാഖ്യാനങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിന് ചേരുന്ന ന്യായമായ സംശയം. ന്യായപ്രമാണ പുരോഹിതൻ്റെ സംശയത്തെ നീതീകരിക്കുന്ന സ്വഭാവം, അതാണ് ഇന്നത്തെ ക്രിസ്തീയത. എന്നാൽ ഗബ്രിയേൽ മാലാഖ അതിനെ നീതീകരിക്കുന്നില്ല. സഭയുടെ ആരാധന പാരമ്പര്യം അതിനെ നീതീകരിക്കുന്നില്ല. സക്കറിയാവ് ദൈവശബ്ദം കേൾക്കേണ്ടിയവനാണ്. വന്ധ്യകളെ ഉപദേശിക്കുന്നവൻ മാലാഖയുടെ ഉപദേശത്തിന് മുഖം തിരിക്കരുതായിരുന്നു. കാരണം അദ്ദേഹം പഠിച്ച ന്യായപ്രമാണം അദ്ദേഹം ശരിക്ക് ദൈവീക ജ്ഞാനത്തിനനുസരിച്ച് മനസ്സിലാക്കിയിരുന്നു. അബ്രഹാമിൻ്റെ വാർദ്ധക്യം, സാറയുടെ സന്താനരാഹിത്യം, അത് ഒരു എബ്രായക്കാരനെ എങ്ങനെ മറക്കും? ഇസഹാക്ക് മൂലം സർവശക്തനായ ദൈവം അബ്രഹാമിൻ്റെ വാർദ്ധക്യവും സാറയുടെ സന്താനരാഹിത്യവും പരിഹരിച്ചില്ലേ? ഹന്നായുടെ സന്താനമില്ലായ്മ ശമൂവേൽ മുഖാന്തരം നീക്കിക്കളഞ്ഞില്ലേ? മനോഹയോടും അവൻ്റെ ഭാര്യയോടും ശിംശോനെ പറ്റി മാലാഖ മുഖാന്തരം അറിയിച്ചില്ലേ? ഇതൊക്കെ അറിയാവുന്ന സക്കറിയാവ് സംശയം പ്രകടിപ്പിക്കാവോ? നിങ്ങൾ ഓർക്കും ഇതെല്ലാം അച്ഛൻ പറയുന്നതാണെന്ന്. സഹോദരങ്ങളെ, ഞാൻ പറയുന്നതല്ല. ഈ ഞായറാഴ്ച ക്രമീകരിച്ചിരിക്കുന്ന പ്രമേയോൻ സദറകളിൽ നമ്മുടെ പിതാക്കന്മാരെ വരച്ച് കാണിക്കുന്ന സത്യമാണിത്. 3-ാം മണിയുടെ സദറായിൽ ഇപ്രകാരം ചോദിക്കുകയാണ്: പ്രകൃത്യാതീതമായ അസാധാരണ ഉത്ഭവത്തെ മുൻപുകൂട്ടി താൻ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ. സക്കറിയാവ് എന്തുകൊണ്ട് ഇത് മനസ്സിലാക്കുന്നില്ല? എന്നിട്ട് പറയുകയാണ്, നവ്യഭൂമിയിൽ നിന്നുള്ള ആദാം, അവൻ്റെ വാരിയലിൽ നിന്നുള്ള ഹൗവ, വെള്ളത്തിൽ നിന്നുള്ള പറവകൾ, മരപ്പട്ടകത്തിൽ നിന്നിറങ്ങിയ കുടുംബം. നോഹയുടെ സംഭവം പ്രളയത്തിൽ നിന്ന് നോഹയെയും കുടുംബത്തെയും രക്ഷിച്ചതാണ് പറയുന്നത്.
ഗോപുരപ്പണിയിങ്കൽ വിഭിന്നമായ ഭാഷ, അതുപോലെ തന്നെ ജലത്തിൽ തോലുരിച്ച് നാട്ടിയ കൊമ്പുകൊണ്ടുള്ള ജനനം. യാക്കോബിനെ വരയും പുള്ളിയുമുള്ള ആടുകളെ ലഭിച്ചത്. മോശയുടെ വടി കൊണ്ടുണ്ടായ സർപ്പം, അഹറോന്റെ ഫലം കായ്ച്ച വടി, തീക്കൽപ്പാറയിൽ നിന്നൊഴുകിയ വെള്ളം, കഴുതയുടെ വിവേകമുള്ള വചനം, യുവത്വം പ്രാപിച്ച വാർദ്ധക്യം, സന്തതിയെ ഉത്ഭൂതമാക്കിയ വന്ധ്യത്വം, പ്രസവം നടത്തിയ കിഴവി, കിളിർത്ത ഉണക്കച്ചില്ലി, ഇവയെല്ലാം സക്കറിയാവേ നീ മറന്നുപോയോ? അതാണ് വേദപുസ്തകം ചോദിക്കുന്ന ചോദ്യം. അതാണ് ഗബ്രിയേൽ പുരോഹിതന്റെ നാവടച്ച സന്ദർഭം. ഇന്നും സത്യത്തിൽ ഉള്ളിൻ്റെ ഉള്ളിൽ പ്രതിധ്വനിക്കണ്ടേ ഈ വേദപുസ്തക സംഭവങ്ങൾ? ദൈവം നടത്തും. സർവശക്തൻ നീതിമാന് ദർശനം കൊടുക്കും. ചരിത്രം അതാണ് പഠിപ്പിക്കുന്നതെന്ന് എന്തുകൊണ്ട് നമുക്ക് വിശ്വസിക്കുവാൻ സാധിക്കുന്നില്ല? അവിടെ സക്കറിയ പുരോഹിതൻ മൺമയനായ ദൈവത്തിൻ്റെ സ്ഥാനപതി പുരോഹിതൻ, അഗ്നിമയനായ സ്ഥാനപതിയുടെ ശിക്ഷയായി സ്വീകരിക്കുന്നു. സൽപ്രവർത്തികൾ ഉണ്ടാകാത്ത വന്ധ്യത്വത്തിൽ നിന്ന് ദൈവം സൽപ്രവർത്തികൾക്കുള്ള നന്മയ്ക്കുള്ള സാഹചര്യം കാണിച്ചപ്പോൾ വിശ്വസിക്കേണ്ടിയവൻ വിശ്വസിക്കാതിരുന്നപ്പോൾ അനുഭവം മൗനമാണ്. നമുക്കറിയാം, പുരോഹിതൻ മൗനമായാൽ പുരോഹിതൻ നിൽക്കുന്ന സ്ഥലം പാതാളമായി പോകും. എന്താണ് ഞാനിങ്ങനെ പറയുന്നത്? ദൈവ ആരാധനയില്ലാത്ത സ്ഥലമാണ് പാതാളം. പാതാളം നിന്നെ സ്തുതിക്കുന്നില്ല. പാതാളത്തിൽ പുരോഹിതന്റെ സ്തുതിയും ഹാലേലുയായും ഇല്ല. അത് മൗനത്തിൻ്റെ വേദനാജനകമായ മുഖമാണ്. സംസാരിക്കേണ്ടിയ പുരോഹിതൻ, ആരാധന നിർവഹിക്കേണ്ടിയവൻ മൗനം പാലിക്കുമ്പോൾ പാതാളം സൃഷ്ടിക്കപ്പെടും. കുടുംബം പാതാളമാകും, ഇടവക പാതാളമാകും, സഭ പാതാളമാകും. എന്നാൽ സഹോദരങ്ങളെ, ഈ ശിക്ഷണം യഥാർത്ഥത്തിൽ പുരോഹിതന് മാലാഖ കൊടുത്തത് ശിക്ഷയായിട്ടായിരിക്കാം. എന്നാൽ ഈ ശിക്ഷണത്തിൽ നിന്ന് സക്കറിയാവ് വാതുറക്കുന്ന സംഭവം എത്ര മനോഹരം! അവൻ എഴുത്തുപലക ആവശ്യപ്പെട്ടു, യോഹന്നാൻ എന്ന് എഴുതി. അടുത്ത വാചകം എന്നറിയാവോ? അവൻ ദൈവത്തെ സ്തുതിച്ചു. പുതിയ കാലഘട്ടം, പുതിയ ദർശനം. നാവിൻ്റെ ബന്ധനമഴിച്ച് ആരാധനയുടെ മനോഹര അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ സഭയ്ക്ക് സാധിക്കട്ടെ, പൗരോഹിത്യ വൃന്ദത്തിന് സാധിക്കട്ടെ. സഹോദരങ്ങളെ, സക്കറിയാവിൻ്റെ വാർദ്ധക്യവും ഏലിശുബയുടെ വന്ധ്യത്വവും പുതിയ കാലഘട്ടത്തിൽ ദൈവീക ഇടപെടലിലൂടെ മാറ്റപ്പെടുകയാണ്. ഇത് മനുഷ്യാവതാര മഹാസംഭവത്തിൻ്റെ മുൻകുറിയാണ്. ഇവിടെ സ്തുതിയും സ്തോത്രവുമാകുന്ന ശ്രേഷ്ഠ ആരാധന കുടുംബങ്ങളിലും ഇടവകയിലും സഭയിലും ഒരുമയോടെ നിർവഹിക്കപ്പെടുവാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ്. പ്രത്യേകിച്ച് പുരോഹിത വൃന്ദം ബാധ്യസ്ഥരാണ്. അഗ്നിമയനായ സ്ഥാനപതി, മൺമയനായ സ്ഥാനപതിയോട് നിത്യനായ ദൈവപുത്രൻ്റെ സ്ഥാനപതിയെക്കുറിച്ച് അറിയിക്കുന്നു. ആ അറിയിപ്പിൻ്റെ സദ്വർത്തമാനം നിരാശയുടെ നടുവിൽ തലമുറയ്ക്ക് പ്രത്യാശ നൽകുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.